കുറ്റം തെളിയും മുൻപേ ജയിലിൽ കിടന്നാലും ഭരണകർത്താക്കളുടെ പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബിൽ അനുസരിച്ച് 5 കൊല്ലമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലാകുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ഏത് മന്ത്രിക്കും 30 ദിവസം ജയിലിൽ കിടന്നാൽ പദവി നഷ്ടമാകും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ച ബിൽ ജെപിസിക്ക് വിട്ടു. തുടർച്ചയായ പ്രതിഷേധത്തിനൊടുവിൽ 2 മണിക്ക് ചേർന്ന സഭയിൽ ബിൽ മുന്നോട്ട് വെച്ചെങ്കിലും അവതരിപ്പിക്കാനായില്ല. ഒടുവിൽ ശബ്ദവോട്ടോടെ ബിൽ അവതരണാനുമതി നേടി. प्रश्न है कि माननीय गृह मंत्री द्वारा प्रस्तुत प्रस्ताव स्वीकृत किया जाए। जो सदस्य के पक्ष में हाँ गए, हाँ वालों के पक्ष में प्रस्ताव स्वीकृत हुआ। ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർ 30 ദിവസം തടവിൽ കഴിയേണ്ടി വന്നാൽ അവർക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനാ ഭേദഗതി ബിൽ. 5 വർഷമെങ്കിലും തടവ് ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ 30 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും നടപടിയെടുക്കാം. 31ാം ദിവസം ഇവരെ നീക്കം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം. ശുപാർശ ചെയ്തില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം സ്ഥാനം നഷ്ടമാകും. പാർലമെന്റ് വർഷകാല സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെയാണ് തിരക്കിട്ട് ബില്ല് അവതരിപ്പിച്ചത്. ക്രമപ്രശ്നം ഉയർത്തി പ്രതിപക്ഷം നേരിട്ടു. I would like to know from the honorable minister, what is the undue haste and urgency in bringing such a constitutional amendment bill? What is the emergent need of having such a bill? That means the introduction of the bill itself is lacking bona fides. അമിത് ഷാ ജയിലിൽ കിടന്ന കാര്യം കെ സി വേണുഗോപാൽ ഓർമ്മിപ്പിച്ചതോടെ പ്രധാന പോരാട്ടം അവർക്കിടയിലായി. When he was the Home Minister of Gujarat, he had been arrested, sir. Whether he took the morality of that point of time, ഭരണഘടനാ ഭേദഗതി ബില്ലായതിനാൽ 3-2 ഭൂരിപക്ഷത്തിലാണ് ബില്ല് പാസാക്കേണ്ടത്. 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിങ്ങനെ 3 ബില്ലുകളാണ് ഒരേ വിഷയത്തിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിൽ നിന്നും 21 രാജ്യസഭയിൽ നിന്നും 10 അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കുന്നത്. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.